നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തർക്ക് ഏവർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളും ഭഗവാനുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ്. അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിക്കും എങ്കിലും വളരെ കാലങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അല്പനേരങ്ങൾക്ക് ശേഷമോ അവർക്കത് മനസ്സിലാവും അത് ഭഗവാനായിരുന്നു എന്ന്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന അനുഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്തയുടെ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് പലവിധ സൂചനകൾ ലഭിച്ചു എന്ന് വരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായതും നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതുമായ കാര്യങ്ങളാകും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളാകുന്നു. അതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭഗവാനോട് പല കാര്യങ്ങളും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾക്ക് അർഹമായ ഫലം ലഭിക്കാത്തതിനാൽ മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ എപ്പോഴും സൂക്ഷിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും അത് ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ, ഭാരങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പുറത്തു പറയുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും ദുഃഖങ്ങൾ സഹിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. എന്നാൽ അതിന് സാധിച്ചിരുന്നില്ല മുൻപ് എങ്കിൽ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രധാനമായും നിങ്ങൾക്ക് ഈ സമയം തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും വേദനകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിലൊരു മാറ്റം വന്നു ചേരാം. പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിച്ചിരുന്നു എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതൽ തന്നെയായിരിക്കും. ഏറ്റെടുത്തിരിക്കുന്നതായ പല കാര്യങ്ങളിലും ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുവാനും പല കാര്യങ്ങളും നിങ്ങൾ വേണ്ട എന്ന് വെച്ച് അവരുടെ കാര്യങ്ങൾക്കായി മുന്നോട്ട് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. കൂടാതെ ഈ സമയം നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന സമയം തന്നെയാണ് പലർക്കും ഉണ്ടാവുക എന്നതും വാസ്തവമാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പലരും വില കൽപ്പിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് പോലും ചിലർ അർഹിച്ചതായ പിന്തുണ, അംഗീകാരങ്ങൾ നൽകാത്തതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം അല്ലെങ്കിൽ കരുതൽ അതവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിലൊരു മാറ്റം വന്നു ചേരും. ആത്മാർത്ഥമായ ഇടപെടൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിനെല്ലാം ഒരു അവസാനം സംഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും. ഒരു തിരിച്ചടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷമതകൾ, കണ്ണുനീർ തന്നെ ജീവിതത്തിൽ ഒഴുക്കിയ വ്യക്തികളായിരിക്കാം നിങ്ങൾ. എന്നാൽ അതിനെല്ലാം ഒരു അവസാനം സംഭവിക്കുന്നു.
ചില കാര്യങ്ങളിൽ പൂർണ്ണമായും നിങ്ങൾക്ക് മുക്തി ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് പോസിറ്റീവായ കാര്യങ്ങളാണ് ഈ സമയം നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന കാര്യവും ഓർക്കുക. സ്ട്രഗ്ലിംഗ് പീരീഡ് മാറി ഒരു ഉയർച്ച നിങ്ങൾക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പുതിയൊരു അധ്യായം വിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ വില മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സമയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുമോ അത്തരം കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഭാരം പല കാര്യങ്ങളിലുമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് ജീവിതത്തിലേക്ക് വന്നു ചേരാം. വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതിനാൽ അത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ ചില അവസരങ്ങളിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായി വരാം. ആ തീരുമാനങ്ങൾ കൃത്യതയോടെ തന്നെ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ എടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി തന്നെ ചില കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ശക്തമായ ഒരു നിലപാട് കൈക്കൊണ്ട് നിങ്ങൾക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അനാവശ്യമായ സംസാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സംസാര കാര്യങ്ങളിൽ പ്രത്യേകമായും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥന, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത്തരം കാര്യങ്ങളെ അവസാനിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അനുഗ്രഹം, സന്തോഷം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കർമ്മഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ തന്നെ ഈ സമയം സ്ട്രഗ്ലിംഗ് സമയമാണ് എങ്കിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്തു തന്നെ ചെയ്താലും കൃത്യമായി അത് മുഴുവിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. തീർച്ചയായും അനാവശ്യമായ ഇമോഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലവ് വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സമയമാണ്. സമാധാനം കൂടാതെ ചിലവ് നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷത്തിന് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ സാധിക്കും. പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അത് നിങ്ങളിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. പലപ്പോഴും പല വ്യക്തികളെയും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഒരു ചതിവ് സംഭവിച്ചതിന് അല്ലെങ്കിൽ തിരിച്ചടി സംഭവിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. പലരുടെയും മുഖം മൂടി നിങ്ങൾക്ക് മുൻപിൽ അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം. നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല വ്യക്തികളും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അവരെ പലപ്പോഴും നിങ്ങൾക്ക് അവരൊപ്പം നിർത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അവരിൽ നിന്നും അല്പം അകലം പാലിക്കുവാൻ ഇനി നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പല കാര്യങ്ങളിലും ഒരു അത്ഭുതം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു അവസരമാണ് ഭഗവാൻ നൽകുക. ഒരിക്കൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ കാര്യങ്ങളിൽ വീണ്ടും ഒരു അവസരം ഭഗവാൻ നൽകി എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ ആ പോസിറ്റീവായ ഊർജത്തെ അത് സ്വീകരിച്ച് മുന്നോട്ട് തന്നെ നിങ്ങൾ നീങ്ങുക.